എന്താ പരിപാടി ഇന്നത്തെ പരിപാടി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മാരാരിലോട്ട് പോകാൻ ഇറങ്ങിയതാണ്. പക്ഷെ നീ ഞങ്ങളെ ചതിച്ചു. ഞങ്ങൾ നിൽക്കുന്നത് ആറാട്ട് വഴി, മറ്റേ പാലം ഉണ്ടല്ലോ, മറ്റേ പൊളി സ്ഥലമാണിത്. എല്ലാവർക്കും വേണേ വന്ന് വിശ്രമിക്കാൻ വൈകിട്ട്. പക്ഷെ ഞാൻ പറയാൻ വന്നതല്ല, അക്ഷയ് കുമാർ ഞങ്ങളെ മാരാരി ബീച്ച് അല്ലേ, മാരാരി കിടന്ന് ഞങ്ങളെ മാരാരി ബീച്ചിൽ കൊണ്ടുപോകാം, ഐസ്ക്രീം വാങ്ങിച്ചു തരാൻ, ട്രിപ്പ് അടിക്കാന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും കുടുക്കി അക്ഷയ് കുമാറിന്റെ വണ്ടി എണ്ണ തീർത്ത് ഇട്ടിരിക്കുന്നു. എന്താ നീതു ബേബി, ഇവിടെ നിൽക്കാനാണോ പ്ലാൻ? ഞങ്ങളെ വീട്ടിൽ പോ, എന്റെ വീട്ടിൽ ഞാൻ പോവുക. ബാംഗ്ലൂരിന്ന് വരെ വന്നിട്ട് എപ്പോഴും ബാംഗ്ലൂർ നിൽക്കുമ്പോ ഇവനെ വിളിയാ, ബാ ഇവിടെ വാ കറങ്ങാന്ന്. എന്നിട്ട് ബാംഗ്ലൂരിന്ന് വന്നപ്പോ ഇവിടെ ഇരുത്തിയേക്കുന്നു. എന്ത് ചെയ്യണം ഇങ്ങനെ? പറ അക്ഷയ് കുമാർ, എന്താണ് നീ ഇങ്ങനെ കാണിക്കുന്നത്? പറ. വണ്ടി അവിടെ കിടപ്പുണ്ട്. ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യാറില്ല. എന്റെ അടുത്ത് നിൽക്കുന്നവർക്ക് നിക്കാം, പോകുന്നവർക്ക് പോവാം. നീ ഇപ്പൊ നടന്ന് വീട്ടിൽ പോണേ പൊക്കോ. നമുക്ക് ഓട്ടോ വിളിച്ച് നമുക്ക് വീട്ടിൽ പോയാലോ? അങ്ങനെയുള്ളൂ, ഓട്ടോ വിളിച്ച് നമുക്ക് പോവാം. എന്താ ചെയ്യണം? ഓട്ടോ വിളിച്ച് പോണേ പൊക്കോ. അങ്ങനത്തെ പരിപാടി കാണിക്കില്ല, നീ കാണിക്കുമോ? ഇടുവാ നീ വീഡിയോ? ഇടും, ഉറപ്പായിട്ടും. വീഡിയോ ഇടാൻ വേണ്ടി എടുക്കുന്നേ. അക്ഷയ് കുമാറിനോട് തന്നെ നമുക്ക് ചോദിക്കാം, എന്തിനാ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ പെടുത്തുന്നതെന്ന്. സച്ചു, എന്തിനാ ഞങ്ങൾ ഇങ്ങനെ പെടുത്തുന്നത്? പറ. അത് ഞാൻ മനഃപൂർവ്വം പെടുത്തുന്നതല്ല, പിന്നെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം പെട്ടുപോണേ. പിന്നെ എന്തിനാണ് ഞങ്ങളെ രാവിലെ ഇങ്ങനെ വിളിച്ചുണർത്തി? രാവിലെ ഉറക്കത്തിൽ നിന്ന് വെച്ചത്, അതായത് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പം മഴ കാരണം മാറ്റി. എവിടെയാണ് ഇത് ഇത്രയും ഇങ്ങനെ ഉദിച്ചിരിക്കുന്നിടത്ത് മഴയുണ്ട്? പറ, ആൻസർ പറ. ആൻസർ ഇല്ല. അക്ഷയ് കുമാർ അത് തന്നെ, അക്ഷയ് കുമാറിന് ആൻസർ ഇല്ലെന്നാണ് പറയുന്നത്.